നാദിയ, ഷഹാന. നാദിയാണ് കംപ്ലീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഷംസിന്റെ കല്യാണം. എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. ഷംസ് വിവാഹിതരായിട്ടുണ്ട്. അടിപൊളി ശവായിരുന്നു സംസ്ഥാനത്തില്. ഇടയിൽ കൂടെ കയറി പക്ഷെ കാണാനില്ല. ഇസ്ലാമിക് ഇങ്ങനെ കല്യാണത്തിലല്ലേ ബബിൾ കണ്ടിട്ടുള്ളൂ. ഷംസിന്റെ കല്യാണം. കയറ്റാൻ പോവാണ്. നാദിയ, ഷഹാന, മൂസാക്ക, റമീസ്, നമ്മളെല്ലാവരും കൂടി ഇന്നൊരു കല്യാണത്തിന് പോകാൻ പോവാണ്. ഷംസിൻ്റെ കല്യാണം. അപ്പം ഈ ഡ്രസ്സ് ഞാൻ മീഷോന്ന് എടുത്താണ്. നല്ല അടിപൊളി ഡ്രസ്സ്. പക്ഷെ ഒരു കുത്തലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ നമുക്ക് പോവാം. ഐസാല് റെഡിയായി നിൽക്കും. ഹായ്, ഞാൻ നമ്മുടെ നാദിയ വന്നിട്ടുണ്ട്. ഞാൻ നാദിയെ വെറുക്കളാമോ പറയായിട്ടിരിക്കണ. ഞാൻ നാദിയയും മറൂണ് ഷർട്ട് എടുത്തിട്ട് ഹായ് വന്നിട്ടുണ്ട്. ഇതാണ് നാദിയയുടെ ഔട്ട്ഫിറ്റ്. നാദിയ എനിക്ക് വെളിയിൽ നിന്ന് ഒരു വീഡിയോ എടുത്തരും. മൂസാക്ക കണ്ണാടി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസാക്ക ഇത്തിരി കലിപ്പിലാണ്. രാവിലെ ചീപ്പൊക്കെ എടുത്തെറിഞ്ഞ ഞാൻ സൗണ്ട് കേട്ട് ഫോൺ വിളിച്ചപ്പോൾ രാവിലെ അടി കൂടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പതുക്കെ ഒളിഞ്ഞിരുന്ന് കേട്ട് വരൂ പോകാം. അപ്പൊ നമുക്ക് പോവാം. പോവാം. നമ്മളെ ഷഹാന സെഹ്വായൊക്കെ വന്നിട്ടുണ്ട്. കാക്കാ ഒരു ഹായ് എടുക്ക്. അതുകൊണ്ടല്ലേ തോറ്റത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിഷയമാണ്. നമ്മൾ പൊക്കോണ്ടിരിക്കണം. ബാക്കിൽ നിന്നുണ്ട്, ഫ്രണ്ടിൽ നിന്ന് ഷഹാനയുണ്ട്. ഇപ്പം ഭയങ്കര ചൂട്. ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട്. കഴിച്ചിക്കണ വാതിൽ തുറന്നു നടക്കണമെന്നാണ്. കഴിക്കണ വാതിൽ തുറന്നു നടക്കുന്നത്. കയറിയിട്ട് കയറണോ അതാ കഴിച്ചിട്ട് കയറണം? ഓക്കെ നാദിയ അടച്ച് ഇനി ഫുഡാണ് നമ്മൾ പയ്യനെ കണ്ടിട്ട് പെണ്ണിനെ കണ്ടിട്ട് ഓക്കെ. അങ്ങനെ ദാ പയ്യൻ വന്നാ പയ്യൻ വന്നില്ലേന്ന് അറിഞ്ഞോടാ. ആ നിസാമാക്കാർ അനിയൻ സദ്ദാമാക്ക ഇത്ര നേരം എടുത്തില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഷംസാണെന്ന് തിരിച്ചറിയണില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. പുതിയ സ്റ്റൈല് താടി നാണം വരെ നീല അവിടെ കിടന്ന് കടത്തിട്ട് തപ്പണം. അപ്പൊ ഞാൻ കട്ടി ചുമ്മരി നാണം സുന്ദരന്മാരെ എടുക്കട്ടെ. നിസാറാക്ക ഒരു ഹായ്. മൂസാക്ക ഒരു ഹായ്. റമീസ് ഹായ്. ഹായ്. ആ കാട്ടിൽ ബ്രദേഴ്സ്. ഇത് ഷംസിന്റെ സഹോദരനാണ്. സോറി അളിയനാണ്. സോലിയുടെ അനിയൻ. മുസാറ്റി വന്നിരുന്നവ ഇങ്ങനെ അടിക്കുന്നു. ചുണ്ട് ആദ്യമൊക്കെ നിർത്തി കൈ ഇങ്ങനെ കിടന്ന് അടിക്കുന്നു മുസാറ്റി. എന്നിട്ട് ഒരു കളിച്ച് കളിച്ചിരുന്ന ആരൊക്കെ പിച്ചെറിഞ്ഞ് പിന്നെ ഇവിടെ തൂക്കിക്കൊണ്ടിരിക്കുന്നു. ആരും ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു. അതിന്റെ ഭാഗം എനിക്കെല്ലാം വളരെ ചെറുത്. ഓക്കെ, ഇനി പയ്യനെ കണ്ടത് മതി. ഇനി നമുക്ക് പെണ്ണിനെ കാണാം. എന്റെ കല്യാണം ഇത് ഇതാണ് സോരി.
അടുത്തതായി നമ്മൾ കാണുന്നത് ഷംസിന്റെ കല്യാണത്തിന്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ബബിള് അല്ലേ കാര്യം. ഇസ്ലാമിക് ഇങ്ങനെ കല്യാണത്തിനല്ലേ ബബിള് കണ്ടിട്ടുള്ളൂ. ഷംസിന്റെ കല്യാണം, അഴമ്പക്കിൽ ഫസ്റ്റ് ബബിള് കല്യാണം. അതെ അതെ അറിയാമോ, വലിയൊരു ഫാനാണ്. താങ്ക് യു താങ്ക് യു. കൗണ്ടർ അടിച്ചവിടെ. ഇത് അമാൻ അൻസാലി അല്ലേ? ഒരു വലിയൊരു ഫാനാണ്. അതെ, എപ്പോ എന്നെ കണ്ടു പറയാൻ പറഞ്ഞു. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. നാദിയ അതെ, ഇതാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എത്രയോടോ എണ്ണി എടുക്കാം സർ. യാസിനൊക്കെ വഴിമുക്കില്ല, വളരെ നല്ല ആദ്യമായിട്ടാണ് വഴിമുക്കിലെ കല്യാണം പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഫുഡ് കിട്ടില്ല. അത് തന്നെ ഇപ്പോൾ എവിടെ കൊണ്ടുവന്നാലും ഇത് തന്നെ. ഇതിന്റെ ഇടയിൽ കൂടെ കയറി, പക്ഷെ കാണാനില്ല. സീറ്റ് കിട്ടിയോ? കൊള്ളാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ്. അറ്റാക്ക് യാസീനെ, നിനക്ക് മാത്രമല്ല നമുക്ക് ടോട്ടൽ 6 കണ്ടോ കണ്ടോ. എന്റെ മൂസാറ്റി ഇങ്ങനെ ക്യൂ നിന്ന് ഫുഡ് കഴിക്കാറില്ല ഞാൻ, പക്ഷെ വിടാതെ പിടിച്ച് നിർത്തിയിരിക്കുന്നു. നമ്മളെല്ലാം ടയർഡായി. തളർച്ചയുടെ മെയിൻ ഇത് വേണ്ട, കല്യാണ ബിരിയാണിയുടെ ടേസ്റ്റ്. അങ്ങനെ ഭയങ്കര പരിശ്രമത്തിന് ശേഷം ഷഹാനാണ് നമ്മളെല്ലാരും കയറ്റി വിട്ടത്. മാമായി മന്തി, മട്ടൻ ബിരിയാണി. ഷംസ് വിവാഹിതരായിട്ടുണ്ട്. സോലി ഹാപ്പി മാരീഡ് ലൈഫ്. സോലി അത് തന്നെ, മാഷാ അല്ലാഹ്.
നമ്മൾ വന്നപ്പോ എങ്ങനെ ഇരുന്നു, പക്ഷെ മേക്കപ്പ് ഒന്നും ഇടൂല. ഒരുമാതിരി പിള്ളേരെ പോലെ ഇരിക്കുന്നു. അപ്പൊ നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പോവാണ്. ബൈ ബൈ പറഞ്ഞു. നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ചായ കുടിക്കും. ചെറിയ ഒരു കറക്കം. ഇതെന്താണ് മരിച്ചിനി പപ്പടം. ഇതിങ്ങനെ കഴിക്കാനാ അതാ പൊരിച്ച? നമ്മളിപ്പോ എവിടെയാണുള്ളത്? ഇത് മറ്റേ സൗത്ത് ഫോർട്ട്. ആ, ഇത് മരിച്ചിനി പപ്പടം, പുളി. അത് പൊരിഞ്ഞു വരുമോ നല്ലപോലെ? എത്രയും ചോദിക്കും? ഹലോ, അപ്പൊ നമുക്ക് പോവാം ഇനി നമ്മള് മാളിലോട്ട്. ഹായ്. അങ്ങനെ നമ്മള് എമ്മോറ്റി എത്തിയിട്ടുണ്ട്. നമ്മള് എന്ന് എല്ലാ ആഴ്ചയും നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇന്ന് കയറാൻ പറ്റുന്നില്ല. കാണിച്ചു കൊടുക്കാത്ത ഭയങ്കര ബ്ലോക്ക്. എമ്മോറ്റിക്ക് രണ്ട് പറ്റി. എന്തോ ഫങ്ഷൻ ഇവിടെ വെച്ചുണ്ട്, എന്തോ ഇവന്റ് നടക്കുകയാണെന്ന് തോന്നുന്നു. ഓസിലെ ഹായ്. ഹായ് ഓസിലെ ഹായ്. ഹായ് നിയ. ഹായ് ഐസല്. ഹായ്. എന്റെ ഐസന്റെ പല്ല് പോയി. നോക്കട്ടെ. ഭയങ്കര ബ്ലോക്ക്. നമ്മൾ കുറെ നേരം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ബ്ലോക്ക്. നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. എപ്പോഴും ഇവിടെ തന്നെ. അങ്ങനെ മാളെത്തിയപ്പോഴത്തേക്ക് കുക്കുമല്ലൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ റോഷി എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഇത്താടെ മോളൊക്കെ ഉണ്ട്. അതായത് ഇച്ചൂത്താടെ മോളൊക്കെ ഉണ്ട്. എനിക്ക് അവളും ഞാനും അങ്ങനെ എപ്പോഴും കണ്ടിട്ടൊന്നുമില്ല, എങ്കിലും അവൾക്ക് എന്നെ കണ്ടപ്പോൾ ഉടനെ മനസ്സിലായി. അങ്ങനെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോയി. അങ്ങനെ നമ്മൾ എപ്പോഴത്തെയും പോലെ മാളിലെത്തിയിട്ടുണ്ട്. ഈ മൂസായി എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. ആ, ഇതെന്നെ എനിക്ക് ആകെപ്പാടെ ഇഷ്ടമുള്ള ഈ മനുഷ്യനെയാണ്, എൻ്റെ റമീസ്. കുറച്ചു മുമ്പ് എന്താണെന്ന് നിങ്ങൾ കുറച്ചു മുമ്പ് കാണണമായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബറിലെ ലെഫ്റ്റ് അടിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഇവര് നമുക്കെല്ലാം വാങ്ങിത്തരും ഇവിടെ. നമ്മൾ ഫണ്ടൂറയിൽ കയറാൻ വന്നിട്ടുണ്ട്. പിള്ളേരെ ആഗ്രഹം. എവിടെ പോണ? ഫണ്ടൂറ. എത്ര ദിവസത്തെ ആഗ്രഹം അല്ലേ? അപ്പൊ അത് കയറാം. ഓക്കെ ബൈ. അല്ലാതൊക്കെ ആണെങ്കിൽ പ്ലെയിനിൽ കയറ്റാൻ പോവാണ് പിള്ളേരെ. ഐസാലേ കേറാം. ഓസിലേ ഓക്കെ. ഓസില് ഡാൻസ്. ഓസിലേ. അങ്ങനെ അവരെ കുറെ നാളത്തെ ആഗ്രഹപ്രകാരം ഇന്ന് കയറാൻ പോവാണ്. ടാറ്റാ. നീ കയറിക്കോ. നീ ആ ചീര ബാക്കി ഇരുന്നോ. രണ്ടുപേർക്ക് കയറാം. ഇറങ്ങ്. മര്യാദയ്ക്കോ അല്ലെങ്കിൽ അവന്റെ കൊടുത്താലും മതി.
ആദ്യമാണ് കംപ്ലീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാരും മര്യാദയ്ക്ക് ഓട്ടിക്കും, നമ്മള് മാത്രമായിട്ട് വട്ടം ചുറ്റണം. എന്തോന്ന് കാണിക്കോ ഇടിച്ചു പോളി അങ്ങോട്ടെങ്ങോട്ടെങ്കിലും പോ. എടാ ഇങ്ങനൊന്നും അല്ലടാ, എടാ ഇങ്ങനൊന്നും അല്ലടാ. ആദ്യമാണ് കോമഡി എല്ലായിടത്തും കൊണ്ടുവച്ചിരിക്കുന്നത്. ആദ്യം കംപ്ലീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നോക്ക് ഇറക്കി വലിയ ജാട കാണിക്കല്ലോ, വലിയ ജാട കാണിക്കും ഇപ്പൊ ഇരിക്കണ കോലം. അടിച്ച് തൊലയ്ക്കും. ചേട്ടന്റെ തല ഇറങ്ങൂല. എന്ത് 2:30. ഹായ് പൂക്കിമോൾ, പൂക്കിമോൾ. മൂന്നുപേര്. ഹായ് പോട്ട് 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 പോട്ട്. ഇനി നിർത്തൂല, ഇനി നിർത്തൂല. കുതിരയുടെ അടുത്തൊരു കഴുത കണ്ടോ, കുതിരയുടെ അടുത്തൊരു കഴുത. മന്തി മനസ്സിൽ കഴിക്കാൻ പോവാണ്. നമ്മള് കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു മന്തി മനസ്സിൽ പോണം എന്നല്ലേ. എന്താവും ഫാത്തിമാരെ കൂട്ടുകാരനെ കണ്ടു. കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു മന്തി മനസ്സിൽ മന്തി കഴിക്കാണ്. ആദ്യം പറഞ്ഞ മന്തി മനസ്സിൽ സൂപ്പർ മന്തിയാണ്. പട്ടിയെ കണ്ട് അപ്പുറത്ത് പോയിക്കണം, നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട്. പട്ടിയെ കണ്ടെന്നല്ല, അവക്ക് പേടിയാണോ? നീ ആച്ചി മന്തി മനസ്സിൽ വന്നിട്ടുണ്ടോ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ലൈൻ ടീ ഇങ്ങനെ വെച്ചിരിക്കും, നമുക്ക് എത്ര വേണോ ഇങ്ങനെ എടുത്ത് കുടിക്കാം. പൈസ പൈസ അല്ല, ഫ്രീ ആണ്. ഒരു കുഞ്ഞു കപ്പിൽ കിട്ടും. ഇത് അങ്ങനെ മന്തി മനസ്സിൽ നമ്മളൊരു 10-30 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സീറ്റ് കിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് മന്തി മനസ്സിൽ കഴിക്കാൻ ഭാഗ്യമില്ല. ഭാഗ്യമില്ലെന്നല്ല, അവർക്ക് കഴിക്കണം. അവര് വളരെ മോശമായി പോയി അവര് കാണിച്ചത്. നമ്മൾ 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വീണ്ടും പോയി ചോദിച്ചപ്പോൾ പറഞ്ഞ് വീണ്ടും 20 മിനിറ്റ്. വീണ്ടും പറഞ്ഞ എത്ര മിനിറ്റ് എന്ന് പറയാൻ പറ്റൂല. ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഒന്നാലേ ഇവിടെ കരച്ചിലും വിളിയും ബഹളവും പിള്ളേരൊക്കെ. ഇനിയടുത്ത് നമ്മൾ സംസമി പോകണം. സംസമിയിൽ നിന്ന് ഫുഡ് കിട്ടുമോ നോക്കാം. ഓക്കെ, നമ്മൾ സംസം എത്തി. അങ്ങനെ നമ്മൾ സംസം എത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല അടിപൊളി ഷവായി ആയിരുന്നു സംസമില്, അല്ലേ പൂസാക്ക?
അടിപൊളി ഷവായി. അല്ല വെട്ടമില്ലാത്തോണ്ട്. നല്ല ഫലൂഡ, സംസമിലെ ഫലൂഡ അടിപൊളിയാണ്. ഓസിൽ വന്ന് താഴെ വീണിട്ടുണ്ട്. നല്ല ഫലൂഡ, നല്ല ഷവായി എല്ലാം അടിപൊളിയായിരുന്നു സംസമിൽ. ഇടയ്ക്ക് വെച്ച് ഇവിടുത്തെ ഫുഡ് കൊള്ളൂലായിരുന്നു, ഇപ്പൊ വീണ്ടും കൊള്ളാം. അവിടെ വീണോണ്ട് കരുന്നോണ്ട് വന്ന് ഞാൻ കൈ തുടച്ചു കൊടുക്കായിരുന്നു എൻ്റെ മോന്. അപ്പൊ നമുക്കിനി നേരെ വീട്ടിലോട്ട്. രാവിലെ കല്യാണം, പിന്നെ വൈകിട്ട് ഇത് എല്ലാം കൂടി ഭയങ്കര ടയർഡായി. നാളത്തേക്കുള്ളതല്ല, നാദിയയുടെ ഉമ്മാക്ക് നാദിയ വാങ്ങിയത്. ബൈ നാദിയ. ബൈ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ഓ